ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ശ്രീമദ് അധ്യാത്മരാമായണം എഴുത്തച്ഛനും രചിച്ചത്. സുന്ദരകാന്ഡം 5 ഭാഗം ഇപ്പോൾ വായിച്ചു. 6ാമത്തെ ഭാഗം വായിക്കുന്നു. ലങ്കാദഹനം തൊട്ട്. ഓം ശ്രീ ഹനുമാൻ സ്വാമിക്ക് ജയ്. ഓം വദനമഭി കരചരണമല്ല ശൗര്യാസ്പദം, വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു. വയം അതിനു ചടുതി വസനേന വാൽ വേഷ്ടിച്ചു വന്നി കൊളുത്തിപ്പുരത്തിലെല്ലാടവും. രജനിചര പരിവൃഢരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നോരു കള്ളനെന്നിങ്ങനെ. നിഖില ദിശി പലരുമിഹ കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. കുലഹതകനിവനറിക നിസ്തേജനെന്നു തൻ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കപീകുലം. തിലരസകൃതാതി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതെരെ ചുറ്റും ദശാന്തരെ. അതുലബലൻ അചലതരം അവിടെ മരുവീടിനാനത്യായത സ്ഥൂലമായിതൂവൽ തഥാ. വസനഗണമഖിലവും ഒടുങ്ങിച്ചമഞ്ഞിതൂ വാലുമതീവ ശേഷിച്ചിതൂ പിന്നെയും. നിഖില നിലയന നിഹിത പട്ടാംബരങ്ങളും നീളെ തിരഞ്ഞു കൊണ്ടുവന്നു ചുറ്റിയിടിനാർ. അതുമുടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടളവങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ. തിലജകൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യ പട്ടാംശുകജാലവും ചുറ്റിനാർ. നികൃതി പെരുതിവനു വസനങ്ങളില്ല നികൃതി പെരുതിവനു വസനങ്ങളിൽ ഒന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങിത ശേഷവും. അമലനിവനെത്രയും ദിവ്യനിതാർക്കു തോന്നി വിനാശത്തിനെന്നാർ ചിലർ. അനലമിഹ വസനമിതിനനലമിതി വാലധിക്കാശു കൊളുത്തുവിൻ വൈകരൂതേതുമേ. പുനരവരും അതു പൊഴുതു തീ കൊളുത്തിയിടിനാർ. പുച്ഛാഗ്രദേശേ പുരന്തരാരാദികൾ ബലസഹിതമബലമിവ കൊണ്ട് ബദ്ധ്വാ ദൃഢതരം ധൃത്വാ കപീവരം. കിതവമതികളും ഇതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാരവമരം ഗത്വാ പുരവരം. പറവകളെയും ഉടനുടൻ അറിഞ്ഞറിഞ്ഞങ്ങിനെ പശ്ചിമദ്വാരദേശേ ചെന്നനന്തരം. പവനജനും അതികൃശ ശരീരനായിടിനാൻ. പാശവും അപ്പോൾ ശിഥിലമായി വന്നിതു. ബലമൊടവനി ചപലം അചല നിഭഗാത്രനായി. ബന്ധവും വേർപ്പെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ. ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ. വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയോടുരസും ഉയരമിയലുന്ന രത്നോത്തുംഗ സൗധാഗ്രമേറിമേ വീടിനാൻ. ഉദവസിത നികരമുടനുപരിവേഗമോടുൽപ്ലുത്യ പിന്നെയും ഉൾപ്ലുത്യ സത്വരം. കനകമണിമയ നിലയമഖിലമനിലാത്മജൻ കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും. പ്രകൃതി ചപലതയോടവനചലമോരോ മണിപ്രാസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ. ഗജതുരകരഥ ബലപദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും. അനലശിഖകളും അനിലസുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണു പദംഗമിച്ചു തഥാ. വിബുധപതിയൊടു നിശിചരാലയം വെന്തോരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ. അഹമഹമികാധിയാ പാവകജാലകളമ്പരത്തോളമുയർന്നു ചെന്നു മുത. ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും. പുനരനിലസുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതത്ഭുതം. ദശവദന സഹജഗൃഹമെന്നിയേ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ വെന്തുകൂടി ജവം. രഘുകുലപതി പ്രിയ ഭൃത്യനാം മാരുതി രക്ഷിച്ചു കൊണ്ടാൻ വിഭീഷണ മന്ദിരം.
കനകമണിമയ നിലയ നികരമതുവെന്തോരോ കാമിനി വർഗം വിലാപം തുടങ്ങിനാർ. ചികുരഭരവസന ചരണാദികൾ വെന്താശു ജീവനും വേർപെട്ടു ഭൂമൗ പതിക്കയം. ഉടലുരുകിയുടനുഴറി അലറിപ്പാഞ്ഞു മുന്നതമായ സൗധങ്ങളിലേറിയും ദഹനൻ ഉടനവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും. മമതനയാ രമണ ജനക പ്രാണനാഥാഹ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ. മരണമുടനുടലുരുകി മുറുകി വരികെന്നതു മാറ്റുവാനാരുമില്ലയ്യോ ശിവ ശിവ. ദുരിതമിതു രജനി ചരവര വിരചിതം ദൃഢം മറ്റൊരു കാരണമില്ലിതിനേതുമേ. പരധനവും അമിത പരദാരങ്ങളും ബലാൽ പാപീദശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലോം. അറികിൽ അനുചിതമതുമതേന ചെയ്തിടായി വിനാരും അതിൻ്റെ ഫലമിതു നിർണയം. മനുജ തരുണിയൊരു മഹാപാപി കാമിച്ചു മറ്റുള്ളവർക്കുമാപത്തായതിങ്ങനെ. സുഹൃത ദുരിതങ്ങളും കാര്യമകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം. മദനശര പരവശതയോടു ചപലനായിവൻ മാഹാത്മ്യമുള്ള പതിവ്രതമാരെയും കരബലമുടനുദിനമണഞ്ഞു പിടിച്ചതീ കാമി ചാരിത്രഭംഗം വരുത്തിയിടിനാൻ. അവർ മനസ്സി മരുവിന തപോമയ പാവകനദ്യ രാജ്യേ പിടിപെട്ടിതു കേവലം. നിശിചരികൾ ബഹുവിധമോരോന്നേ പറകയും നിൽക്കും നിലയിലെ വെന്തു മരിക്കയും. ശരണമിഹ കിമിതി പല വഴിയുമുടനോടിയും ശാഖികൾ വെന്തു മുറിഞ്ഞുടൻ വീഴുകയും. രഘുകുലവരേഷ്ടദൂതൻ ത്രിയാമാചര രാജ്യമെഴുന്നൂറു യോജനയും ക്ഷണാൽ സരസബഹുവിഭവയുത ഭോജനം നൽകിനാൻ. സന്തുഷ്ടനായിതു പാവകദേവനം. രഘുതരമനിലതനയനമൃതനിധി തന്നിലെ ലാംഗൂലവും തച്ചുതി പൊലിച്ചിടിനാൻ. പവനജനു ദഹനനഭി ചുട്ടതില്ലേതുമേ. പാവകനിഷ്ഠ സഖിയാക കാരണം പതിനിരതയാകിയ ജാനകി ദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാൽ അവനിതനയാ കൃപാവൈഭവമത്ഭുതം. അത്യന്ത ശീതളനായിതു വന്യം രജനിചരകുല വിപിന പാവകനാകിയ രാമനാമസ്മൃതി കൊണ്ടു മഹാജനം. തനയധനദാരമോഹാർത്തരെന്നാകിലും താപത്രയാനലനെ കടന്നിടുന്നു. തദഭിമതകാരിയായുള്ളതു തന്നു സന്താപം പ്രകൃതാനലേന ഭവിക്കുമോ. ഭവതി യതി മനുജജനനം ഭുവി സാമ്പ്രതം പങ്കജലോചനനെ ഭജിച്ചിടുവിൻ. ഭുവനപതി ഭുജഗപതി ശയന ഭജനം ഭുവി ഭൂതദൈവാത്മസംഭൂതതാപാപഹം. തദനു കവികുലവരനും അവനിതനയാപദം താണു തൊഴുതു നമസ്കൃത്യ ചൊല്ലിനാൻ. അഹമിനിയുമുഴറി നടകൊള്ളുവനക്കരയ്ക്കാജ്ഞാപയാശു ഗച്ഛാമി രാമാന്തികം. രഘുവരനും അവരജനും അരുണജനുമായി ദ്രുതമാഗമിച്ചിടുമനന്തസേനാസമം. മനസി തവ ചെറുതു പരിതാപമുണ്ടാകുല മദ്ഭരം കാര്യമിനിജനകാത്മജേ. തൊഴുതമിത വിനയമിതി ചൊന്നവൻ തന്നോടു ദുഃഖമുൾക്കൊണ്ടു പറഞ്ഞിതു സീതയും. മമ രമണ ചരിതമുര ചെയ്ത നിന്നെ കണ്ടു മാനസതാപമകന്നിതു മാമകം. കഥമിനിയുമഹമിഹ വസാമി ശോകേന മൽക്കാന്ത വൃത്താന്ത ശ്രവണ സൗഖ്യം വിന. ജനക നൃപതുഹിതൃഗിരമിങ്ങനെ കേട്ടവൻ ജാതാനുകമ്പം തൊഴുതു ചൊല്ലിടിനാൻ. കളകശുചമിനെ വിരഹമലമതിന്നുടൻ മമ സ്കന്ധമാരോഹേക്ഷണേന ഞാൻ കൊണ്ടുപോയി തവരമണ സവിധമുപഗമ്യ യോജിപ്പിച്ചു താപമശേഷമദ്യൈവ തീർത്തിയിടുവൻ. പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലിയിടിനാൾ.
കരുതുമളവില്ലോരു ദണ്ഡമെന്നാത്മനി വന്നിതു വിശ്വാസമദ്യമേ. ശുഭചരിതൻ അതിബലമുടാശു ദിവ്യാസ്ത്രേണ ശോഷണ ബന്ധനാദ്യൈരഭിസാഗരം കവികുലബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്നു കൊണ്ടുപോകാശുമാം. മുറിവോടൊരു നിശി രഹസി കൊണ്ടുപോയാലതു മൽപ്രാണനാഥ കീർത്തിക്കു പോരാദൃഢം. രഘുകുലജവരനിവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നു കൊണ്ടുപോയി കൊള്ളുവാൻ. അതിരഭസമയി തനയ വേല ചെയ്തിടു നീ അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ. ഇത് സദയവനോട് അരുൾ ചെയ്ത അയച്ചിടിനാളിന്ദിരാദേവിയും. പിന്നെ വാദാത്മജൻ തൊഴുതഖില ജനനിയൊടു യാത്ര വഴങ്ങിച്ചു തൂർണം മഹാർണവം കണ്ടു ചാടിയിടിനാൻ. ഹനുമാന്റെ പ്രത്യാഗമനം. ത്രിഭുവനവുമുലയ മുഹുരൊന്നലറിയിടിനാൻ. തീവ്രനാദം കേട്ടു വാനര സംഘവും കരുതുവിനിതൊരു നിനദമാശു കേൾക്കായതും. കാര്യമാഹന്ത സാധിച്ചു വരുന്നിതു പവനസുതൻ അതിനു നഹി സംശയം മാനസേ. പാർത്തു കാൺകൊച്ച കേട്ടാലറിയാമതും കവിനിവഹമിതി ബഹുവിധം പറയും വിധൗ. കാണായിതദ്രിശിരസിവാദാത്മജം കവിനിവഹ വീരരെ കണ്ടിതു സീതയെ. കാകുൽസവീരനനുഗ്രഹത്താലഹം നിശിചരവരാലയമാകിയ ലങ്കയും നിശേഷമുദ്യാനവും ദഹിപ്പിച്ചിതു. വിബുധകുലവൈരിയാകം ദശഗ്രീവനെ വിസ്മയമാം മാറു കണ്ടു പറഞ്ഞിതു. ഛടിതി ദശരഥസുതനോടിക്കഥ ചൊല്ലുവാൻ ജാമ്പവദാദികളെ നടന്നിടുവിൻ. അതു പൊഴുതു പവനതനയനയും അവരാദരിച്ചാലിംഗ്യഗാഠമാചുംബ്യവാലാഞ്ചലം. കുതുകമൊടു അനിലജനെ മുന്നിട്ടു കൂട്ടമിട്ടാർത്തു വിളിച്ചു പോയിടിനാർ. പ്ലവകകുല പരിവൃഢരു മുഴറി നടകൊണ്ടുപോയി പ്രസ്രവണാചലം കണ്ടുമേ വീടിനാർ. കുസുമദള ഫലമധുലതാതരു പൂർണ്ണമം ഗുൽമസമാവൃതം സുഗ്രീവപാലിതം. ക്ഷുധിത പരിപീഡിതരായ കപീകുലം ക്ഷുദ്വിനാശാർത്ഥമാർത്യാ പറഞ്ഞിടിനാർ. ഫലനികരസഹിതമിഹ മധുരമധുപൂരവും ഭക്ഷിച്ചു ദാഹവും തീർത്തു നാമൊക്കവേ. തരണിസുത സവിധമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം. അതിനനുവദിച്ചരുളേണമെന്നാശ പൂണ്ടങ്കദനോടപേക്ഷിച്ചോരനന്തരം. അതിനവനും അവരോടുടനാജ്ഞയെ ചെയ്കയാലാശു മധുവനം പുക്കിതെല്ലാവരും. പരിചൊടതിമധുര മധുപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ. ദധിമുഖനും അനിശമധുപാലനം ചെയ്തിതു ദാനമാനേന സുഗ്രീവസ്യ ശാസനാത്. ദധിവദന വചനമൊടു നിയതമതു കാക്കുന്ന ദണ്ഡധരന്മാരടുത്തു തടുക്കയാൽ. പവനസുതമുഖ കവികൾ മുഷ്ടിപ്രഹാരേണ പാഞ്ഞാർ ഭയപ്പെട്ടവരുമതിദ്രുതം. ത്വരിതമഥ ദധിമുഖനുമാശു സുഗ്രീവനെ തൂർണമാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ. തവ മധുവനത്തിനു ഭംഗം വരുത്തിയാർ താരേയനാദികളായ കപിബലം. സുചിരമധു തവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരമാധിപത്യേന വാണേനഹം. വലമഥനസുത തനയനാദികളൊക്കവേ വന്നു മൽഭൃത്യ ജനത്തെയും വെന്നുടൻ. മധുവനമിതു പൊഴുതഴിച്ചിതിങ്ങനെ അഴിച്ചിതെന്നിങ്ങനെ മാതുലവാക്യമാകർണ്യ സുഗ്രീവനം. നിജമനസി മുഹുരപി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാരാമനോടു ചൊല്ലിയിടിനാൻ. പവനതനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നിതു നിർണയം. മധുവനമതല്ല എന്നാകിലെന്നെ ബഹുമാനിയാതെ ചെന്നു കാൺകയില്ലാരുമേ. അവരെ വിരവൊടു വരുവതിന്നു ചൊല്ലങ്ങു ചെന്നാത്മനി ഖേദിക്ക വേണ്ട വൃഥാ ഭവാൻ. അവനുമതു കേട്ടുഴറിച്ചെന്നു ചൊല്ലിനാൻ.
അവനും അതു കേട്ടുഴറിച്ചെന്നു ചൊല്ലിനാൻ അഞ്ജനാപുത്രാദികളോടു സാദരം. ഹനുമാൻ ശ്രീരാമസന്നിധിയിൽ അനിലതനയാംഗത ജാമ്പവദാദികളഞ്ചസ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ പുനരവരുമതു പൊഴുതുവാച്ച സന്തോഷേണ പൂർണ്ണവേഗം നടന്നാശു ചെന്നീടിനാർ. പുകൾ പെരിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യ പുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമഥന ഹൃദി മരുവും അഖില ജഗദീശ്വരൻ പുഷ്കര നേത്രൻ പുരന്തര സേവിതൻ ഭുജഗപതി ശയനൻ അമലൻ ത്രിജഗൽ പരിപൂർണൻ പുരുഹൂത സോദരൻ മാധവൻ ഭുജഗ നിവഹാശന വാഹനൻ കേശവൻ പുഷ്കര പുത്രീ രമണൻ പുരാതനൻ ഭുജഗ കുലഭൂഷണാരാധിതാഘ്രിദ്വയൻ പുഷ്കര സംഭവ പൂജിതൻ നിർഗുണൻ ഭുവനപതി മഖപതി സതാംപതി മൽപതി പുഷ്കര ബാന്ധവ പുത്രപ്രിയ സഖി ബുധജന ഹൃദി സ്ഥിതൻ പൂർവദേവാരാധി പുഷ്കര ബാന്ധവ വംശ സമുദ്ഭവൻ ഭുജബലവതാംബരൻ പുണ്യജനാന്തകൻ ഭൂപതി നന്ദനൻ ഭൂമിജാവല്ലഭൻ ഭുവനതലപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രദൻ പുണ്യജനാർച്ചിതൻ ഭുജഭവ കുലാധിപൻ പുണ്ടരീകാനനൻ പുഷ്പബാണോപമൻ ഭൂരി കാരുണ്യവാൻ ദിവസകരപുത്രനും സൗമിത്രിയും മുത ദിഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തതം വിപിനഭുവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദികൾ പുനരഥ ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണ്ണമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ കനിവിനോടു കണ്ടേനഹം ദേവിയെ തത്ര കർപ്പൂരേന്ദ്രാലയെ സങ്കടമെന്നിയെ കുശലവുമുടൻ വിചാരിച്ചിതു താവകം കൂടെ സുമിത്രാതനയനും സാദരം ശിഥിലതര ചിഗുരമൊട അശോകവനികയിൽ ശിംശപാമൂലദേശേ വസിച്ചിടിനാൾ അനശനമൊടധികൃശ ശരീരയായ അന്വഹമാശര നാരീ പരിവൃതയായി ശുച അഴൽ പെരുകി മുറുകി ബഹുബാഷ്പവും വാർത്തയ്യോ സദാ രാമ രാമേതി മന്ത്രവും മുഹുരവി ജപിച്ചു വിലപിച്ചു മുഗ്ധാംഗിമേവുന്ന നേരത്തു ഞാൻ തഥാ അതികൃശ ശരീരനായ വൃക്ഷശാഖാന്തരെ ആനന്ദം ഉൾക്കൊണ്ടിരുന്നേനാകുലം തവ ചരിതം അമൃതസമം അഖിലമറിയിച്ചഥ തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജഭുവിരഹിതയായി മരുവും വിധൗ ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവിദ്രസുതനോടു ചടിതി സഖ്യമുണ്ടായതും സംക്രന്ദനാത്മജൻ തന്നെ വിധിച്ചതും ക്ഷിതിദുഹിതൂരന്വേഷണാർത്ഥം കവീന്ദ്രനൽ കീശൗഖമാശോ നിയുക്തമായിടിനാർ അഹം അവരിലൊരുവൻ ഇവിടേക്കു വന്നിടിനേൻ അർണവം ചാടിക്കടന്നതിവിദ്രുതം രവിതനയ സജീവനഹമാശുക നന്ദനൻ രാമദൂതൻ ഹനുമാനെന്നു നാമവും ഭവതിയയുമിഹ ചടിതി കണ്ടുകൊണ്ടേനഹോ ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം ഫലിതമഖിലം മമാദ്യ പ്രയാസം ഭൃശം പത്മജാലോകനം പാപവിനാശനം മമ വചനമിതി നിഖിലമാകർണ്യ ജാനകി മന്ദമന്ദം വിചാരിച്ചിതു മാനസേ ശ്രവണയുഗളാമൃതകേന മേ ശ്രാവിതം ശ്രീമതാമഗ്രേസരനവൻ നിർണയം മമ നയനയുഗളപഥമായാതു പുണ്യവൻ മാനവവീരപ്രസാദേന ദൈവമേ വചനമിതി മിഥിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മശരീരനായി വിനയമൊടു തൊഴുതടിയിൽ വീണു വണങ്ങിനേൻ വിസ്മയത്തോടു ചോദിച്ചിതു ദേവിയും അറിവതിനു പറക നീയാരെന്നതെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൾ അതു പൊഴുതിലകതളിരിൽ അഴൽ കളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദരാൽ കരതളിരിൽ അതിനെ വിരവൊടുവാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരസി ദൃശികള ഭുവി മുലത്തടത്തിങ്കലും ശീഘ്രമണച്ചു വിലപിച്ചിതേറ്റവും പവനസുത കഥയ മമ ദുഃഖമെല്ലാം ഭവൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സഖേ
നിശിചരികൾ അനുദിനമുപദ്രവിക്കുന്നതും നീയങ്ങു ചെന്നു ചൊൽകെന്നു ചൊല്ലിയിടിനാൾ. തവ ചരിതമഖിലമലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കപിസേനയോടും ദ്രുതം. വയം അവനിപതിയ വിരവോടു കൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യ കുലവും മുടിച്ചുടൻ. സകുതുകമയോധ്യാപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളിലുണ്ടാകരുതേതുമേ. ദശരഥസുതന്നു വിശ്വാസാർത്ഥമായി നീ ദേഹി മേ ദേവി ചിഹ്നം ധന്യമാതരാൽ. പുനരൊരടയാളവാക്കം പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധയെ. അതും അവനി സുതയോടഹമിങ്ങനെ ചൊന്നളവാശു ചൂടാരത്നമാതരാൽ നൽകിനാൾ. കമലഭുവി കനിവിനൊടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നാളൊരു ദിനം. കഠിനതര നഖര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊൽകെന്നു ചൊല്ലിനാൾ. തതനു പലതരമിവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്നു മരുവും ദശാന്തരെ. ബഹുവിധ വചോ വിഭവേന ദുഃഖം തീർത്തു ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ. വിടയുമുടൻ അഴകൊടു വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം. അഖില നിശിചര കുലപതിക്കഭീഷ്ടാസ്പദമാരാമമൊക്കെ തകർത്തേനതിന്നുടൻ. പരിഭവമുടൽ കരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേന സംഖ്യകം. ദശവദന സുതന മുഹുരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിന്നയച്ചീടിനൻ. അഥ ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായ ശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ. ലഘുതരമശേഷം ദഹിപ്പിച്ചിതു ബദലങ്കാപുരം പിന്നെയും ദേവി തൻ പദം. വിഗത ഭയമടിയണ വണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ. തവ ചരണ നളിന മധുനൈവ വന്ദിച്ചിതു ദാസന്തയാനിധി പാഹിമാം പാഹിമാം. ഇതി പവനസുതവചനമാഹന്ത കേട്ടളവിന്ദിരാകാന്തനം പ്രീതി പൂണ്ടിടിനാൻ. സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനം പ്രസാദിച്ചിതു കേവലം. സദയമുപകാരമി ചെയ്തതിന്നാദരാൽ സർവസ്വവും മമ തന്നെന്നിനക്കു ഞാൻ. ശ്രീ ഗുരുവായൂരപ്പ ശരണ. ശ്രീ ഹനുമാൻ സ്വാമിക്ക് ജയ്. പ്രണയമനസാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ. പുനരപിരമാവരൻ മാരുതപുത്രനെ പൂർണ്ണമോദം പുണർനീടിനാനാദരാൽ. പുരസി മുഹുരവിമുഹുരണച്ചു പുൽകീടിനാനോർക്കെടോ മാരുതപുത്രഭാഗ്യോദയം. ഭുവനതലം അതിലൊരുവനിങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗഖ സൗഭാഗ്യമുണ്ടായിടോ. പരമശിവനിധി രഘുകുലാധിപൻ തന്നുടെ പാവനയായ കഥയരുൾ ചെയ്തതും ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിടിനാൾ. കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയേണമേ. സർവം ശ്രീ സീതാരാമേന്ദ്രാഭ്യാം നമോ നമ. ശ്രീരാമാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പാം. ഇത് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാന്ഡം സമാപ്തം. സർവത്ര ശ്രീരാമനാമകീർത്തനം. ജയ ജയ രാമ രാമ. ശ്രീ ഗുരുവായൂരപ്പ. സുന്ദരകാന്ഡം മുഴുവൻ ഇപ്പോൾ 6 ഭാഗങ്ങളായിട്ട് വായിച്ച് സമർപ്പിച്ചു. അതിൻ്റെ ഒരു അക്ഷരവിന്യാസം സ്ഥിരമായിട്ടത് വായിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നന്നായിട്ട് വായിക്കാൻ പറ്റും. അതുപോലെ ചില വാക്കുകൾ നമുക്ക് പരിചയമില്ലാത്ത വാക്കുകളാണ്. അതേപോലെ സംസ്കൃതം കൂടുതൽ ചേർത്തിട്ടുണ്ട്. എല്ലാ വരികളിലും ഒരേപോലെ അക്ഷരവിന്യാസം, ചിലതിൽ ചില പോരായ്മകൾ, പിന്നെ വലിയ വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന അതിൽ വിഗ്രഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാവായിക. ഇങ്ങനെ പലതരത്തിലുള്ള കടമ്പകൾ കടന്നിട്ട് വേണം ശരിക്കും രാമായണത്തെ വായിക്കാനായിട്ട്. അപ്പോൾ അതിനെ വേണ്ട വിധത്തിൽ ഒരു ഗുരുവിൽ നിന്നും ഉപദേശമൊക്കെ വാങ്ങി, അതല്ലെങ്കിൽ അത്രയും കൂടുതൽ പഠിച്ച് അതിനെ അർത്ഥവിന്യാസമൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വേണം സ്ഥിരമായിട്ട് അത് വായിക്കാനായിട്ട്. എങ്കിലും ഇപ്പോൾ വായിച്ചിട്ടു. ഇനി ഇതിൻ്റെ അർത്ഥം പറഞ്ഞ് ചെറിയ എപ്പിസോഡുകളായിട്ട് പറയണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അത് മുഴുവൻ വാക്കിൻ്റെയും അർത്ഥം, പദച്ഛേദം, അതേപോലെ അക്ഷരങ്ങൾ കുറവുണ്ടെച്ചാൽ അത് പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊരു പഠനം പോലെ
വായിക്കാറാവും. എല്ലാവർക്കും വായിക്കാറാക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ എഴുതിയ രാമായണം വളരെ സിമ്പിളായിട്ട് വേഗം വായിച്ചു പോകാൻ പറ്റും. അതുപോലെ ഇത് വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നാം ഉപയോഗിക്കുന്നതായിട്ടുള്ള ഭാഷയല്ലായിരുന്നു അന്ന് എന്ന് ഇപ്പം നമുക്കത് വായിക്കുമ്പോൾ വല്ലാത്തൊരു സ്ഥിരമായിട്ട് വായിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പ്രയാസം അത്രയേ ഉള്ളൂ. എന്നാലും ഇന്ന് നമ്മൾ പറയുന്നതായിട്ടുള്ള ആ ഒരു ലാംഗ്വേജ് ഈസി വേ ടു പ്രസൻറ്റ് അത് നമുക്ക് പറ്റും. അതിപ്പോൾ ഈ രാമായണത്തിലെ എഴുത്തച്ഛൻ എഴുതിയ രാമായണത്തിന് അത്ര പറ്റില്ല. കാര്യം മനസ്സിലാക്കിയേ വേണ്ടുമെങ്കിൽ അത് സംസ്കൃത മൂലത്തിൻ്റെ പരിഭാഷയായിട്ടാണ് ഞാൻ എഴുതിയത്. അതിൽ ശ്ലോകങ്ങൾ അത്രയേ ഉള്ളൂ. ഇത് എഴുത്തച്ഛൻ കുറേ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ വരാനുള്ള കാരണം. പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടൊരു പരീക്ഷണം വന്നു. ആ പരീക്ഷണത്തിലാണ് ഈ ബ്രാഹ്മണന്മാരെന്തൊക്കെ പരീക്ഷിച്ചാണ്. ഏതായാലും അതിലാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും ഇത്രയും കൂടുതൽ അത് ഒരു കാവ്യമായിട്ട് പുറത്തേക്ക് വന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക ഘടന അതിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഗുരുത്വത്തെ അറിഞ്ഞുകൊണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ട് അതിൻ്റെ ആ ഈശ്വര അനുഭൂതിയെ അനുഭവിക്കാൻ വരമായിട്ട് അനുഗ്രഹമായിട്ട് നിങ്ങൾക്കതിൻ്റെ ഗുണത്തെ ലഭിക്കുവാൻ നമുക്കെല്ലാവർക്കും, നിങ്ങൾക്കെന്നുള്ള അർത്ഥമില്ല, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ പാരായണത്തെ സമർപ്പിക്കുന്നു. സർവത്ര ശ്രീരാമനാമകീർത്തനം ജയ ജയ രാമ രാമ, ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ, ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ശ്രീ ആഞ്ജനേയസ്വാമി കി ജയ്. ഓം ത്വമസ്മിൻ കാര്യനിര്യോഗേ പ്രമാണം ഹരിസത്തമ ഹനുമല്യത്നമാസ്ഥായ ദുഃഖക്ഷയകരോ ഭവ. ഓം ഹം ഹനുപതയേ നമ.